ഹലോ ഗൈസ്, ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ CapCut Pro നമുക്ക് ഐഫോണിൽ എങ്ങനെ പ്രോ യൂസ് ചെയ്യാം എന്നുള്ള ട്രിക്കാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. പല ലിങ്കിലും പലരുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലെ പല ലിങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് പെയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല, പ്രോ എഫക്റ്റ് എനിക്ക് കിട്ടുന്നതില്ല. അപ്പോൾ ഇതെങ്ങനെ എനിക്ക് പ്രോ എഫക്റ്റ് ചെയ്യാൻ പറ്റും? ആ പ്രോ എഫക്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു 2-3 വീഡിയോസ് എക്സ്പോർട്ടും ചെയ്തിട്ടുണ്ട്. പലരും വിചാരിക്കും പ്രോയുടെ വീഡിയോസ് താഴെ എൻ്റെ എഫക്റ്റ് എല്ലാം കാണാൻ പറ്റും പ്രോ, പക്ഷെ എൻ്റെ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ എങ്ങനെയാണ് പ്രോ, അത് കാണിക്കണം പ്രോ എന്ന് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, അതെങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ള ഫുൾ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. വെൽക്കം ബാക്ക് മൈ ചാനൽ പ്ലേ ഓൺ. ഓക്കെ, നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഞാൻ പ്രോ എഫക്റ്റ് യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത വീഡിയോസ് ആണ്. കാണാം. ഓക്കെ, ഇനി ഈ വീഡിയോസ് നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയലാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നു അയ്യേ ഇത് ഇങ്ങനെയാണ് ബ്രോ, പക്ഷെ അത് എങ്ങനെയാണെങ്കിലും നമുക്കത് അപ്ലോഡ് ചെയ്താൽ മതി. ഏതാ മനസ്സിലായോ? പ്രോ എഫക്റ്റ് യൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം. ഏത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ആദ്യം തന്നെ VPN ഓപ്പൺ ആക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന VPN ഇതാണ്. VPN ഓപ്പൺ ആക്കിയാൽ മാത്രമേ നമുക്ക് പ്രോ എഫക്റ്റുകൾ കിട്ടത്തുള്ളൂ, അതായത് ഇഫക്ട്സുകൾ ആഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. ശേഷം CapCut ഓപ്പൺ ആക്കുക, ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ ആക്കുക. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ എഫക്ട്സുകൾ എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ഇതാണ്. ഇത് നിങ്ങൾ ഈ കാണുന്നതെല്ലാം പ്രോ എഫക്റ്റുകളാണ്. നിങ്ങൾ കാണുന്നതെല്ലാം പ്രോ എഫക്റ്റുകളാണ്. അത് ട്രെൻഡിങ്ങും ഉണ്ട്. പ്രോയുടെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ പ്രോയുടെ എഫക്ട്സ് മാത്രമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ശരി, ഇതെല്ലാം പ്രോ എഫക്ട്സ് ആണ്. ശേഷം നമുക്ക് ബോഡി എഫക്ട്സ് എടുക്കാം. ബോഡി എഫക്ട്സിൻ്റെ ട്രെൻഡ്സ് നോക്കിയാലും ഇതെല്ലാം ബോഡി എഫക്ട്സിൻ്റെ ട്രെൻഡ്സുമാണ്. അതുപോലെ അതിലും നമുക്ക് പ്രോ എഫക്റ്റുകളുണ്ട്, നമുക്ക് അതും ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി ഒരു ട്രാൻസിഷൻ നമുക്കൊരു വീഡിയോയ്ക്ക് ഇടയിൽ വരുന്നൊരു ട്രാൻസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതെല്ലാം ആ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് വരുന്ന ട്രാൻസിഷനാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള എഫക്ട്സുകൾ ഞാൻ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, എനിക്ക് ആവശ്യമുള്ള എഫക്ട്സുകൾ ഇത് നിങ്ങൾക്ക് തൽക്കാലമായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. ഞാൻ ഓരോ എഫക്ട്സുകൾ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുവാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാൻ ഓരോ എഫക്ട്സുകൾ ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഒരുപാട് എഫക്ട്സ് ഉണ്ട്. പ്രോയിൽ ഒരുപാട് എഫക്ട്സ് ഉണ്ട് കേട്ടോ. നമുക്ക് പ്രോ എങ്ങനെയും ക്രാക്ക് കിട്ടുവാണെങ്കിലേ നമുക്ക് ഐഫോണൊക്കെ ആണെങ്കിൽ പൊളിക്കാം. അപ്പോൾ അതേപോലെ എനിക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് കാണിക്കുന്ന വെറും തൽക്കാലമായിട്ട് ഞാൻ കാണിക്കുന്ന കുറച്ച് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറച്ച് എഫക്ട്സുകൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത ശേഷം ഓക്കെ, നമുക്കിനി ഇത് കുറച്ചും കൂടി ഒന്നും കൂടി ആഡ് ചെയ്യാനുണ്ട്. അത് വെയിറ്റ് ചെയ്യാമോ? ഓക്കെ, കുറച്ചും കൂടി എഫക്റ്റൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണൊരു ഫുൾ വീഡിയോ. ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. യു ആർ യൂസിങ് പ്രോ ഫീച്ചേഴ്സ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോ ഫീച്ചേഴ്സാണ്. അത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഫുൾ സ്ക്രീൻ ആക്കുക. ശേഷം റെക്കോർഡിങ് ഓപ്പൺ ആക്കുക. നമ്മളെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡിംഗ് കാണും, അത് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യണം.
ഏതാ സ്ക്രീൻ റെക്കോർഡിങ് ഓപ്പൺ ആക്കിയിട്ട് വീഡിയോനെ പ്ലേ ചെയ്യണം. നമ്മൾ ഏതുവരെയാണോ അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് മൊത്തം സ്ക്രീൻ റെക്കോർഡിങ് വെച്ചിട്ട് പ്ലേ ചെയ്യണം. അതിനുശേഷം ഗാലറി ഓപ്പൺ ആക്കുക. നമ്മൾ ഏതാണോ റെക്കോർഡ് ചെയ്ത വീഡിയോ, ഇതാണ് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ, അതിൽ എവിടെയാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തിരിക്കുന്ന ആ ഭാഗം മാത്രം, ഇത് മുതലാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്തിട്ടുള്ളത്. ആ ഭാഗം മാത്രം ഞാൻ ക്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ നോർമൽ ആൽബത്തിലൊക്കെ ഉള്ള നമ്മളെ ഗാലറിക്കകത്തുള്ള എഡിറ്റിംഗ് ആണേ. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻ സൈസുകൾ കറക്റ്റായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഡൺ കൊടുക്കുമ്പോഴേക്കും ഏതാ പ്രോ എഫക്റ്റുകൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഇതാ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സിമ്പിളല്ലേ? ഇത് ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഇത് ചൂസ് ചെയ്ത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വേറെ വഴിയില്ല, മനസ്സിലായി, നമുക്ക് വേറെ വഴിയില്ല. ഇത് ലാസ്റ്റ് ഓപ്ഷനാണെന്ന് തോന്നുന്നു എനിക്ക് ഐഫോൺ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇതേപോലെ ഞാൻ ഓരോ എഫക്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇനി ഈ വീഡിയോനെ ക്യാപ്കട്ടിലേക്ക് വീണ്ടും ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ ആ ക്രോപ്പ് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ ആൽബം ത്രൂ, അതിനെ വീണ്ടും ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് 4K 180 അഡ്ജസ്റ്റ് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. ശുഭം, വീഡിയോ കിട്ടി. ഈ നേരം ഇതൊക്കെ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ഇതായി ഞാൻ കാണിക്കുന്നതെല്ലാം കണ്ടോ, ഇതെല്ലാം ഞാൻ അതേപോലെ ഇട്ട വീഡിയോസാണ്. ക്വാളിറ്റി ഒട്ടും ലോസ് ആയിട്ടില്ല. എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോ ഫീച്ചേഴ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചെറിയ ട്രിക്ക്. സംഭവം ഇത് ചെറിയ ട്രിക്കാണെങ്കിലും ഇത് ഒരുപാട് നാളുകൊണ്ട് നമ്മൾ അന്വേഷിക്കുന്ന ഒരു മെയിൻ സാധനമായിരുന്നു അല്ലേ. ഞാനും ഒരുപാട് ആൾക്കാരും അന്വേഷിക്കുന്നു ഇതെങ്ങനെ നമുക്ക് ക്യാപ്കട്ട് പ്രോ എഫക്റ്റ് ആഡ് ചെയ്തിടാം എന്ന്. നമ്മൾ ഒരുപാട് നാളുകൊണ്ട് അന്വേഷിക്കുന്ന ഐറ്റം. പക്ഷെ ഇതിപ്പോ സിമ്പിളായിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി സിമ്പിളായിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, കൂടുതൽ ഇതേപോലത്തെ ഐഡിയാസ് കിട്ടുമ്പോൾ ഞാൻ വരാം. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ വണക്കം.